ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് പോയി കഴിഞ്ഞാൽ അത് കുറേ ബുദ്ധിമുട്ടുകളാണ്. അത് നേരിടാനാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ട്. ഒരാളെ കാണുമ്പോഴായാലും ഒരാളോട് ഇങ്ങനെ സംസാരിക്കുന്നതായി. പക്ഷെ അതെങ്ങനെയാണ് സാറിന്റെ ഒരാളോട് സംസാരിക്കുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ അത് കുറച്ച് നമ്മളിപ്പത്തിൻ്റെയൊക്കെ ചില പ്രത്യേക സ്വഭാവ വിശേഷങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ആളുകളോട് സംസാരിക്കാൻ ഞാൻ ആദ്യത്തെ ടെലിവിഷൻ സീരിയലിന് വേണ്ടി യൂണിവേഴ്സിറ്റി പോയ കഥയൊക്കെ പറഞ്ഞു. എനിക്ക് ഇവരുടെ ആദ്യം ഒരു ക്യാബിൽ കയറി യൂണിവേഴ്സിറ്റി ഡയറക്ടറുടെ ക്യാബിൽ കയറിയ അതുവരെയുള്ള ആത്മവിശ്വാസം എല്ലാം ചോർന്നു പോയിട്ട് പറയേണ്ട ഞാൻ എതിരെ വന്നിട്ട് ഇറങ്ങിയിട്ട് പോകും. അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ എല്ലാം ചീറ്റ് പോയത്. ഇതൊക്കെ പ്രശ്നമായിരുന്നു. അതിന് ഞാൻ പറഞ്ഞത് കൂടുതൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ് മാർഗം. കൂടുതൽ ആളുകളുമായിട്ട് ഇത്തരത്തിലുള്ള നമുക്ക് ആദ്യം കോൺഫിഡൻസ് ഉള്ള ആളുകൾ ആയിട്ട് സംസാരിക്കുക. പിന്നീട് കുറച്ചുകൂടെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ടഫായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക. നമ്മൾ ആദ്യം വലിയ ലക്ഷ്യങ്ങൾക്കും വലിയ ആവശ്യങ്ങൾക്കും വേണ്ടി പോകാതെ എളുപ്പത്തിൽ അവർക്ക് സാധിച്ചെടുക്കാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യം പോയി സംസാരിക്കുക. പിന്നെ കുറച്ചുകൂടെ ടഫായ കാര്യങ്ങൾക്ക് വേണ്ടി പോവുക. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു ആത്മവിശ്വാസം നേടിയെടുക്കാൻ പറ്റും. അതേ മാത്രമേ ഞാനിപ്പോഴും വലിയ ആത്മവിശ്വാസമുള്ള ആളല്ല. വലിയ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആണെങ്കിലും ഒരു അപരിചിതരുമായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു എയർപോർട്ടിൽ കാത്തിരിക്കുകയാണെങ്കിൽ അവിടെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി അപ്പുറം വന്നിട്ടുണ്ട്. ഞാനൊന്ന് മടിക്കും, പോയി ഒന്ന് കിട്ടിയണോ വേണ്ട അവിടെ ഞാൻ ചിരിക്കണം. എന്നാൽ വേറെ ചിലരുണ്ട്, ആരെ കണ്ടാലും ഓടിച്ചെന്ന് ഇന്നയാളല്ലേ എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് വളരെ പോസിറ്റീവായിട്ട് അവരുമായിട്ട് ഇടപെട്ട് അവരുടെ ഫോട്ടോയൊക്കെ മേടിച്ചു വെച്ച് അവരുമായിട്ട് പിന്നെ ഒരു ജീവിതകാലം കൂടെ നീണ്ടു നിൽക്കുന്ന ഒരു സൗഹൃദം ഉണ്ടാക്കുന്നുണ്ട്. ഞാനത് നേരെ തിരിച്ചാണ്. എന്റെ കൂടെ ഇങ്ങനെ പരിചയപ്പെട്ട ആളുകൾ പോലും എനിക്ക് തോന്നുന്നില്ല പിന്നീട് ദീർഘകാലം ഒരു സൗഹൃദത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം ഞാൻ എന്റെ ഒരു ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്നു. പക്ഷെ അതുകൊണ്ടും വലിയ അപകടമൊന്നുമില്ല. പക്ഷെ ഞാനത് ചെയ്ത് വേറെ കാര്യമുണ്ട്. ഇങ്ങനെ സൗഹൃദം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു 5 പേരെ ഞാൻ ഓഫീസിൽ നിയമിക്കും. ഇവരെ വിട്ടിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ആരെങ്കിലും മലയാളം ആത്മവിശ്വാസം വാചകം മാത്രമായിട്ട് നടക്കുന്നുണ്ടാവും. ഇതിനെക്കുറിച്ച് പോയാൽ ഇവനെ കുറിച്ച് കാര്യങ്ങൾ പറ്റും. അപ്പോൾ സാറ് ഇപ്പോൾ തന്നെ പറഞ്ഞു ഓണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ സംരംഭത്തെ തുടങ്ങുമ്പോ നമ്മുടെ സ്വന്തം പേഴ്സണാലിറ്റി അതുവരെ നമ്മൾ ഡിഫറൻറ്റ് ആവുന്നത്. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അഡിക്റ്റഡ് ആവാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരുപാട് കൂടുതലാണ് സാധിക്കുന്നത്. നിങ്ങളൊരു ക്ലാസ്സിലിരിക്കുമ്പോ നിങ്ങൾ ഇപ്പൊ ഈ മോഡൽ എല്ലാവരും വളരെ ഡിസിപ്ലിൻ ആയിട്ടായിരിക്കും അല്ലെ? വളരെ ഒരു അപശബ്ദങ്ങളില്ല, ഒന്നുമില്ല. ശരിക്കും നമ്മുടെ സ്വഭാവം അതാണ് ഇല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പലതും വിളിച്ച് ചോദിക്കണമെന്നൊക്കെ തോന്നില്ലേ? ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടോ ഒന്ന് കൂടെ തോന്നിയില്ലേ? അതിനൊക്കെ നമ്മൾ എങ്ങനെയാണോ ഒതുക്കി വെച്ചത്? നമ്മളെപ്പോഴും നമ്മളെ അതുപോലെ തന്നെ പ്രകടിപ്പിക്കണമെന്നില്ലല്ലോ. നമ്മുടെ ബുദ്ധിയെ ചില സമയത്ത് നമ്മളുടെ വികാരം മറികടക്കേണ്ട അവസരമുണ്ട്. അതൊട്ടും തെറ്റല്ല. ഇവിടെ ഇപ്പം മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ സംരംഭം വിജയിക്കാൻ നമ്മുടെ പേഴ്സണാലിറ്റി കളയുന്നു എന്നുള്ള ഞാൻ അർത്ഥം. നമ്മൾ ചില നയങ്ങൾ എടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിലെ മുഴുവൻ മേഖലയും ഞാൻ ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു അഭിനയമല്ലേ അല്ലേ? അത് തിരിച്ചു നോക്കി ജീവിതത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു 50% മുതൽ 80% വരെ നമ്മൾ ദിവസവും എന്തെങ്കിലുമൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കില്ലേ? നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ അത് കൂടെ പ്രകടിപ്പിച്ചാണോ നമ്മൾ നടക്കുന്നത്? അല്ല, തിരിഞ്ഞു നോക്കൂ ജീവിതത്തിൽ അല്ലെ? ബിസിനസ് അഭിനയിച്ചു, കുറച്ച് അഭിനയിച്ചു, ഗുണമുണ്ടാവില്ല അഭിനയിച്ചു. അടുത്ത മതിയായിരുന്നു പഠിച്ചത്. അപ്പൊ എന്റെ ഒരു ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യ കാലങ്ങളിലൊന്നും പ്രോഫിറ്റ് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സമയത്ത് ചിലപ്പോൾ 3, 4, 5 വർഷം നമുക്ക് പ്രോഫിറ്റ് കിട്ടാറുള്ളതാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ബാക്കപ്പ് കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ആ ഒരു
സിറ്റുവേഷൻ എങ്ങനെ മാൻബോർഡിലൊക്കെ ഉള്ളതാണ്. അപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് പോലെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഇത് ഇൻക്യുബേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു ലാഭത്തിലോട് എത്തുന്ന സമയം വരെ ഇവർക്ക് ലോൺ കൊടുക്കാൻ എന്തെങ്കിലും ഒരു ആശയം സ്ഥാനമാണ്. പിന്നെ രണ്ടാമത്തെ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞത് പ്രശ്നത്തിന്റെ എന്റെ ഒരു ഇതാണ്. ഞാൻ ശരിക്കും പറഞ്ഞപ്പോൾ ഇവിടെ PG ഞാൻ എന്റെ പണി എന്ന് പറയുന്നത് നീലച്ചോളം. ഞാൻ 3 ലീഗുകൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഈ പറഞ്ഞ നീലച്ചോളം 3 കലകൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം ഞാൻ കേട്ടല്ലേ എന്താണ് മനസ്സിലായി, എനിക്കത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇത് തുടങ്ങിയപ്പോൾ കൂട്ടുകാരെ കൂട്ടിയിട്ട് ഒരു പ്രസ്ഥാനം നല്ല രീതിയിൽ നടന്നു. അപ്പൊ പല ആശയങ്ങളും നോക്കിയിട്ടൊന്നും നടന്നു. ഇതാകുമ്പോൾ ഇത് കുഴപ്പമില്ല. കാര്യം നമ്മൾ ഈ പറഞ്ഞ 3-4 വർഷക്കാലം നഷ്ടമൊന്നും തുടങ്ങിയില്ല. കച്ചവടം തുടങ്ങി കഴിഞ്ഞാൽ അന്ന് തന്നെ ലാഭം കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് 2 ദിവസം നിർത്താം, അങ്ങനെ തുടങ്ങിയാണ്. അപ്പൊ എന്റെ ഞാൻ നാട്ടിലുള്ള കൂട്ടുകാരോടെല്ലാം ഇവിടെ പണിക്ക് ആരുമില്ല. എന്റെ കടയിൽ 10 സ്റ്റാഫുണ്ട്. അവർക്ക് ഭാര്യമാരാണ്. അവർക്ക് ശമ്പളം പറഞ്ഞാൽ 1000 രൂപ. പക്ഷെ അവിടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കേരളത്തിലുള്ള വഴികൾ വരുന്നത് നമ്മൾ 10,000 രൂപ. അപ്പൊ ഈ നമ്മുടെ ഒരു എന്താ പറയുക ഈ തൊഴിലിന്റെ ഒരു സംരംഭം, അതായത് ഏത് തൊഴിൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് എന്താ വേണ്ടി. പക്ഷെ അവനിപ്പോ നമ്മുടെ കൂടെ നിൽക്കുന്ന ഭാര്യമാരിപ്പോ അവിടെ പോയിട്ട് 2 വീട് പണിത് സെറ്റിലായി. പക്ഷെ നമ്മളോട് ഇപ്പോഴും തുടങ്ങിയതോടുള്ള ഈ മാനേജ് ചെയ്യാൻ നിൽക്കുന്ന വൈകുമാർക്ക് വീട്ടിൽ അപ്പൊ നാട്ടില് നമുക്ക് അങ്ങനെ ഒരു ആൾക്കാരൊരു ഷോക്കുണ്ട്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെ ആൾക്കാരെ മാറ്റി എടുക്കാൻ പറ്റും? നമ്മൾ വീട്ടിൽ അതായത് പണിയെടുക്കാനുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടിനെ മാറ്റിയെടുക്കും. ഇത് രണ്ടുമാണ്. ആദ്യത്തെ കാര്യം തീർച്ചയായിട്ടും ഈ സംരംഭകർക്ക് ഒരു സപ്പോർട്ട് ആവശ്യമാണ്, അത് സംശയമില്ല. ഞാനത് വല്ലാതെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ എനിക്കൊരു കാഴ്ചപ്പ് കിട്ടിയത് ആദ്യത്തെ എന്റെ ടെലിവിഷൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കോളേജ് വാക്സിന്റെ പൈസ അന്ന് എന്റെ ഉണ്ടായിരുന്നില്ല. ഞാൻ സമയം എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യുമ്പോൾ അന്ന് 40,000 രൂപ എന്റെ പിതാവ് എനിക്ക് വായ്പ തന്നു. ഒരു വ്യവസ്ഥയിൽ ഇത് പലിശ വേണ്ട, ഇത് 3 മാസം തിരിച്ചു തരണം. അവിടെ ഞാനെല്ലാം സംബന്ധിച്ചു. ഏത് സംരംഭകനെ എന്നതുപോലെ കിങ്ഫിഷറിന്റെ വിജയ് മല്യയെയും അതായത് പോലെ തന്നെ ഞാൻ ഈ വായ്പ വാങ്ങുകയും തിരിച്ചടക്കുകയും ചെയ്തില്ല. കാരണം ആ പരമ്പര അത് സമയം കൂട്ടിപ്പോയി. അതിന്റെ പൈസ പരസ്യം ചെയ്തു, പക്ഷെ പരസ്യത്തിന് പൈസ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് എതിരെ സംരംഭകൻ ഉണർന്നത്. ഇനി ഫാദറിന്റെ അടുത്ത് ഈ പേര് പറഞ്ഞാൽ തീരുമാനം. പിന്നെയുള്ള ഏക മാർഗം കോളേജ് മാഗസിൻ അടിച്ച് കാശുണ്ടാക്കാനല്ലാതെ വേറൊരു വഴിയില്ലെന്ന് ഉറപ്പിച്ചു. കോളേജ് കയറി ഇറങ്ങാൻ തുടങ്ങി. പക്ഷെ എനിക്ക് അറിയാമായിരുന്നു ഞാൻ എല്ലാവർക്കും ഒരു കോളേജ് മാഗസിനെ എനിക്ക് കാണിക്കാറുണ്ട്. റെഫറൻസ് ആയിട്ട് ചില ആളുകളുണ്ട്. ഇപ്പൊ ദേവദാ കോളേജിൽ ഉണ്ടായിരുന്ന KM ചാക്കോ സാറ്, അല്ലെങ്കിൽ അന്നത്തെ മാഗസിൻ എഡിറ്റർ. അന്നത്തെ മാഗസിൻ എഡിറ്റർ കോളേജിലെ പിന്നീട് അദ്ദേഹം കല്യാൺ സിക്സിന്റെ ജനറൽ മാനേജറായിട്ട് വരെ മാറി. ഇപ്പൊ അദ്ദേഹം അവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോ ഇദ്ദേഹം ഒരു KSU നേതാവായിരുന്നു. ഈ KSU നേതാവായിരുന്നതുകൊണ്ട് തന്നെ KSU ഭരിക്കുന്ന എല്ലാ കോളേജിലും എന്നെ റെഫർ ചെയ്തു. അപ്പൊ എനിക്ക് അവിടെ എല്ലാം എൻട്രി കിട്ടി. അവിടെ KSU മാഗസിൻ എഡിറ്ററായിട്ടുള്ളതൊക്കെ ഇദ്ദേഹം ഗംഭീരമായിട്ട് അടിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റക്കായിരിക്കുകയല്ല, മറ്റു ചില വഴികൾ അവിടെയൊക്കെ ഉണ്ടാവും. ചില വഴികളുണ്ടാവും പൈസ നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ ലോണോ അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യത്തിന് വേണ്ടി നമ്മൾ മനസ്സിലേക്ക് ഒരുക്കി വെക്കുമ്പോഴാണ് പ്രശ്നം. ഇതൊരു പരിശീലന കാലം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സംരംഭം തുടങ്ങിയ ആദ്യത്തെ 5 വർഷം. അവിടെ നിന്നാണ് നമ്മൾ ഫിനാൻസ് മാനേജ്മെന്റ് മുതൽ എല്ലാം പഠിക്കുന്നത്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളൊരു സംരംഭം തുടങ്ങി, അത് വിജയമായിരിക്കും, ആദ്യം കുറച്ച് സ്ട്രഗിൾ ചെയ്യും. ഈ സമയത്ത് കൃത്യമായി പൈസ കിട്ടാൻ ഒരു വഴി കൂടെ ഉണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ ആ ബിസിനസ് എവിടത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചിട്ടുണ്ടോ? 5 കൊല്ലം കൂടി ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. നമ്മളെടുക്കുന്ന ഈ ഒരു ആദ്യത്തെ 5 വർഷത്തെ സ്ട്രെയിൻ ആൻഡ് പെയിൻ ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് കിട്ടുന്ന ധനശാസ്ത്രത്തിന്റെ മുതൽ നിരവധി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മുതൽ നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് അതിനുവേണ്ടി അന്വേഷിച്ചു പോകുമ്പോൾ കിട്ടുന്ന ഓപ്പണിംഗ് മുതലുള്ള ഈ ഒരു അനുഭവത്തിന്റെ ഒരു കരുത്താണ് തുടർന്ന് നിങ്ങളെ 50-60 കൊല്ലം ഒരു സംരംഭകനായിട്ട് നിലനിർത്തുന്നതിന്റെ കാര്യം. അതില്ലാത്ത ആളുകളൊക്കെ വാടി നടന്നു പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സർക്കാർ ഇങ്ങനൊരു സംരംഭം പൈസ ഒരു സംവിധാനം ഉണ്ടാക്കിയത് കേരളത്തിൽ സംരംഭം കൂടാൻ പോകുന്നില്ല. നമുക്കറിയാം സർക്കാർ പല സ്കീമുകളിലായിട്ട് പണ്ട് ഒത്തിരി സംരംഭം കൊടുക്കാൻ വേണ്ടി വിതരണം ചെയ്ത പൈസയ്ക്ക് എതിരെ പോയി നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്തിനേറെ ലോട്ടറി അടിച്ചവരിൽ തന്നെ വിജയിച്ചെത്ര പേരുണ്ട്. ആ പൈസ കൊണ്ട് 10 കൊല്ലത്തിന് ശേഷം ആ പൈസ ജീവിച്ച ആളുണ്ട്. അപ്പൊ ഈസി മണി വോട്ട് മേക്ക് യു ആണോ? ഒരു സംശയവും വേണ്ട. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കണം സാധ്യതകൾ. നിങ്ങൾ കഠിനാധ്വാനം ആദ്യത്തെ 5 വർഷം നന്നായി പണിയെടുക്കണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പട്ടയം കാര്യങ്ങൾക്ക് പോയി ആവശ്യമില്ലല്ലോ. അവരോട് ചോദിക്കണം.
അവിടെ സംഘടനകാരത്തിരിക്കാൻ ഒത്തിരി പേരെന്ന് എനിക്കറിയാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ മാന്യത തൊഴിലിനെ കുറിച്ചുള്ള തൊഴിലിനെ കുറിച്ച് നമ്മുടെ തെറ്റായ ധാരണ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. തെറ്റായ ധാരണയായിരിക്കില്ല, അത് എല്ലാ സമൂഹത്തിലും കുറെ പേരുണ്ട്. പശ്ചിമ ബംഗാളുകാർക്ക് കൂടെ നമുക്ക് മേടിച്ചിട്ടായിരിക്കുമല്ലോ. അവിടെ ഈ പണിയൊക്കെ ചെയ്യണ്ട, കേരളത്തിൽ പോയി ചെയ്യാൻ വിചാരിക്കും. കേരളത്തിലൂടെ ഇവിടെ ചെയ്യണ്ട, ഗൾഫിൽ പോയി ചെയ്യാൻ വിചാരിക്കും, അല്ലെ? അതുകൊണ്ട് കാര്യം. അപ്പോ നമ്മളുടെ ഒരു സമൂഹം, നമ്മുടെ തന്നെ കുഴപ്പം, നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹം നമ്മൾ മീനിട്ട് കൊടുക്കാതിരിക്കുമ്പോ അത് എന്നാദ്യം പ്രഖ്യാപിക്കും, അല്ലേ? പിന്നെ കുടുംബത്തിലായിരുന്നു നമുക്ക് ഈ പാരമ്പര്യങ്ങളും അച്ഛൻ മറ്റേയാളായിരുന്നു അതുകൊണ്ട് മകൻ മീനെടുക്കാൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്വഭാവം കിടക്കാറുണ്ട്. ഇതിനെ അങ്ങോട്ട് മറന്നിട്ട് നിങ്ങൾ നാളെ മുതൽ അതിന് കാശുണ്ടാക്കാൻ തുടങ്ങില്ലേ ഈ ആളുകൾ ഇവിടെ നിന്നു. ഞാൻ പോയ തുണി അലക്കി കൊടുക്കുന്ന സംരംഭം തുടങ്ങുമ്പോ കേരളത്തിൽ വരെ വരാത്ത കാര്യം എന്തായിരിക്കും? അതിന് സാധ്യതയില്ലാതെ കണ്ടിട്ടല്ല, ഈ പണിയാണെന്ന് ഭാര്യ വീട്ടുകാരെ അറിയില്ലോ എന്ന വൈകിട്ടുണ്ട, അല്ലേ? സ്വന്തം വീട്ടുകാരെക്കാൾ ഭാര്യ വീട്ടുകാരെയും ഭർത്താവ് വീട്ടുകാരെയും പേടിക്കുന്നവരാണ് നമ്മളൊക്കെ, ശരിയല്ലേ? അപ്പോ സമൂഹത്തിലുള്ള പേടി നമ്മൾ കുറച്ചു കാലത്തേക്ക് മാറ്റി വെച്ചാൽ ഈ സമൂഹം നാളെ നമ്മളെ ചുമന്നുകൊണ്ട് നടക്കും. ഈ സമൂഹം തന്നെ നമ്മൾ ഇട്ടുകൊണ്ട് നടക്കും. എന്റെ അടുത്ത് ഞാൻ ഈ എം എ യൂസഫലിയുടെ ഒരു ട്രാവലർ അതേപോലുള്ള സഞ്ചാരമൊക്കെ ചിത്രീകരിച്ച് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നത്തെ ഒരു 2-3 മാസം എന്റെ ഓഫീസിലെ ഏറ്റവും കൂടുതൽ പോകാൻ തുടങ്ങിയോ യൂസലി സാറിന് വെല്ലുവിളി തരാമോ ചോദിച്ചിട്ട് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്ന് കൊണ്ടുവന്നു. അത് സർവ മത ഭേദമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ ആളുകൾ യൂസലി സാറിന് ഒന്നും വിളിച്ചു തരാമോ? കാരണം എം എ യൂസഫലി ആരാണ് എന്താണെന്നുള്ളതല്ല, വിജയിച്ച സംരംഭകൻ കയ്യിൽ പാടുന്നത് തോന്നുന്ന സംരംഭകരെ എല്ലാവർക്കും വേണം. അത് രാഷ്ട്രീയ വ്യത്യാസങ്ങളോ പ്രത്യയശാസ്ത്ര വ്യത്യാസങ്ങളോ ഒന്നുമില്ല. അപ്പോ നിങ്ങൾ ആദ്യത്തെ ഈ 5 വർഷം ഇതൊക്കെ കണ്ടോടെ നടക്കാൻ തീരുമാനിക്കുക. സംരംഭകരാകാൻ അല്ലെങ്കിൽ നമ്മുടെ തലമുറയെ വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ ഏത് തൊഴിൽ ചെയ്യുന്ന ആളുകളാക്കി മാറ്റുന്ന ആളുകളാണ്. ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ ഞാൻ സംസാരിച്ചൊരു കാര്യം, നമ്മള് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ അല്ലെങ്കിൽ ബീജിംഗിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അല്ലെങ്കിൽ US-ലെ ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ വിമാനം കയറുന്ന കുറച്ച് മുമ്പേ ചെല്ലും, ഒരു 2 മണിക്കൂർ മുമ്പേ എല്ലാവരും ചെല്ലണോ ഇന്റർനാഷണൽ എയർപോർട്ട്. അവിടെ ഈ ഇമിഗ്രേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞാൽ സെക്യൂരിറ്റി പരിശോധന എല്ലാം കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ വെറുതെ ഇരിക്കുക. ഈ സമയത്ത് ഞാൻ പലപ്പോഴും ചെയ്തൊരു കാര്യം മനുഷ്യരെ നിരീക്ഷിക്കുക. കടന്നു പോകുന്ന ആളുകൾ, അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ, അവിടെ കച്ചവടം നടത്തുന്ന ആളുകൾ, അതിനകത്ത് ചായ കട നടത്തുന്നവർ, ഇവരൊക്കെ എങ്ങനെയാണ്, ഇവരുടെ മനോഭാവം, ഇവരുടെ വീക്ഷണം. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ക്ലീനിങ് പ്രോസസ് എങ്ങനെയായിരിക്കും നടക്കുക. കേരളത്തിലെ എല്ലാ സർക്കാർ സംവിധാനത്തിലും ക്ലീനിങ് പ്രോസസ് ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാകും. അവർ ദിവസത്തിന്റെ ഏതെങ്കിലും സമയത്ത് വരും, ക്ലീൻ ചെയ്തു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ആ പ്രോസസ് ചെയ്ത് അങ്ങ് പോകുന്നുണ്ടാകും. എന്നാൽ നിങ്ങൾ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലോ ഈ പറഞ്ഞ ഏതെങ്കിലും ഇന്റർനാഷണൽ എയർപോർട്ടിലോ നിങ്ങൾക്ക് നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ ക്ലീനിങ് സ്റ്റാഫിന്റെ ജോലി അയാൾക്ക് 8 മണിക്കൂറാണ് ഡ്യൂട്ടിയിൽ. ഈ 8 മണിക്കൂർ ഇതാണ് അയാൾ. ഇപ്പൊ ഇവിടെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവും, മീറ്റിംഗ് നടക്കുമ്പോൾ അവരൊന്നും കേൾക്കുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. ഇവരുടെ നോട്ടം ഇങ്ങനെ എങ്ങനെ പോവാ. അവര് നിലത്ത് ഒരു പൊടി കിടപ്പുണ്ടാവും, ഉടച്ചിലെടുത്ത് ഇങ്ങനെ പോയി ഉടച്ചു. അവിടെ ഒഴിഞ്ഞൊരു ബോട്ടിൽ ഇട്ടുണ്ടാവും, ചോദിക്കും എടുക്കട്ടെ, എടുത്തു, അത് ഇതിനകത്ത് ഇട്ടു. ഇവര് 24 hours ഇങ്ങനെ ഇത് മാത്രം വീഴ്ച നടത്തുക. അവര് വേറെ ആരെയും കാണുന്നില്ല. അവരാകപ്പാടെ കാണുന്നത് എന്താണ്? വേസ്റ്റ് മാത്രം, മാലിന്യം മാത്രമാണ് അവർ കാണുന്നത്. അവരെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അവർക്കൊരു 6 മാസത്തെ പരിശീലനം കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് വൃത്തിയാകും? ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ്? വൃത്തികളെല്ലാം മാറ്റിയാൽ മതി. പണത് വൃത്തിയായിരുന്നില്ല, അല്ലേ? ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുകൾ ഏറ്റവും ഭംഗിയായിട്ട് ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഏറ്റവും ഗംഭീരമായിട്ട് നടത്തുന്ന അത് മോശമായതെപ്പോഴാണ്? മാലിന്യം അതിലേക്ക് കയറി വന്നപ്പോഴാണ്. അപ്പൊ ഈ മാലിന്യം ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് എന്റെ ജോലി. അവരതുകൊണ്ട് തന്നെ അന്വേഷിക്കുന്നത് മുഴുവൻ മാലിന്യമാണ്. എവിടെ മാലിന്യം, ഏത് കോർണറിൽ അവൻ നോക്കും, തൊട്ട് നോക്കും. ഗ്ലാസ്സിൽ ഒരു വിരലിന്റെ പാട് വെച്ചിട്ടുണ്ടോ, സ്പ്രേ അടിക്കും, അപ്പൊ തന്നെ തുടയ്ക്കും. ഇതിനവനെ 6 മാസം ട്രെയിൻഡാണ്. ഒരു ടോയ്ലറ്റിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാള് ഇന്റർനാഷണൽ എയർപോർട്ടുകളിലെ നിയമം അനുസരിച്ച്, അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഒരാള് ടോയ്ലറ്റിൽ കയറിയിട്ട് ഇറങ്ങിയാൽ അടുത്തത് കയറുന്ന മറ്റൊരാളല്ല, ഈ സ്റ്റാഫാണ്. അവര് കയറുന്നു, ഇയാൾ കയറിയിട്ട് ചുമ ഫ്ലഷ് ചെയ്തിട്ടുണ്ടോ, അവിടെ എല്ലാം വെള്ളമാക്കിയിട്ടുണ്ടോ നോക്കും. ടോയ്ലറ്റ് ഡ്രൈ ആയിരിക്കണം എന്നുള്ളതാണ് ലോക നിലവാരം.
ടോയ്ലറ്റ് ഒരിക്കലും നനഞ്ഞു കിടക്കാൻ പാടില്ല. ഇവരിന് മുമ്പിൽ കയറിയ ആള് അവിടെ എല്ലാം വെള്ളമാക്കിയിട്ടുണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി ഡ്രൈ ആയിട്ട് അടുത്ത ഗസ്റ്റ് കയറുമ്പോൾ ആ ടോയ്ലറ്റിന്റെ ആദ്യത്തെ ഉപയോക്താവ് ആദ്യം ഉപയോഗിക്കുന്ന ഇയാളാണ് എനിക്ക് തോന്നുന്നു. ഓരോ ആൾക്ക് അങ്ങനെ തോന്നുമ്പോഴാണ് നമ്മൾ ഈ ദുബായിയെ കുറിച്ച് പുകഴ്ത്തേണ്ടി വരുന്നത്. അങ്ങനെ അവിടെ ചെന്ന ഓരോ ആൾക്കും തോന്നിയത് കൊണ്ടാണ് അവരോടൊന്ന് ദുബായ് ഒരു അത്ഭുതമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളും നമ്മുടെ അടുത്ത തലമുറയും ഒക്കെ ദുബായിലേക്ക് അല്ലെ അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ചൈനയിലേക്കെങ്കിലും ജീവിതം മാറ്റണമെന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം ഇവിടെ ഉണ്ടാവണമെങ്കിൽ എവിടെ തുടങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഏറ്റവും മോശമായിട്ട് ഫെയിലായി പോയൊരു പ്രോജക്റ്റിനെ കുറിച്ച് അതിന്റെ ഏതാ ഏറ്റവും മോശമുള്ളത് കുറയുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാം. പെട്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ ഈ സഞ്ചാരമൊക്കെ വളരെ ജനകീയമായി കഴിഞ്ഞ ഒരു കാലം. അതായത് ഒരു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്താൽ സഫാരി തുടങ്ങിയിട്ടില്ല. എല്ലാവർക്കും അറിയാം. ആ സമയത്ത് ഞാനൊരു സംരംഭം ആരംഭിച്ചു, സഞ്ചാരം ക്ലബ്ബ്. അതിന് ഉദ്ദേശിച്ചായിരുന്നു ഞാനൊരു 3 ബസ് ആദ്യം വാങ്ങി. ഒന്ന് വടക്കൻ കേരളത്തിന് വേണ്ടി, ഒന്ന് മധ്യ കേരളത്തിന് വേണ്ടി, ഒന്ന് തെക്കൻ കേരളത്തിന് വേണ്ടി. എന്നിട്ട് അതിന് ഞാൻ ഒരു 3 മാസം പരിശീലനം കൊടുത്ത് ഗൈഡുകളെ പരിശീലിപ്പിച്ചു. അതായത് അവിടെ ഒരു റൂട്ട് പ്ലാൻ ചെയ്തു. കേരളത്തിലെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഓരോ സ്കൂളിൽ ചെല്ലും, നമ്മുടെ എക്സിക്യൂട്ടീവ് ചെല്ലും, ഒരു കാറ്റലോഗ് കൊടുക്കും, 3-4 ടൂറുകളുടെ ഓപ്ഷൻ പറയും. 2 ദിവസത്തെ ടൂറ്, 1 ദിവസത്തെ ടൂറ്, 3 ദിവസത്തെ ടൂറ്. അതായത് ഒരു ടൂർ പ്രധാനമായിട്ടുള്ള ടൂറല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് വനത്തിലൊരു രാത്രി എന്നതായിരിക്കും ഒരു ടൂറ്. വനജീവിതം, പകൽ മുഴുവൻ വന ആദിവാസി അല്ലെങ്കിൽ ഗോത്ര സമൂഹത്തിനൊപ്പം അവരുടെ ജീവിതം പഠിക്കുക, മൃഗങ്ങളെ കാണുക, വനം വകുപ്പ് എങ്ങനെയാണ് വനത്തെ സംരക്ഷിക്കുന്നത് പഠിക്കുക, വനത്തിലെ സസ്യജാലങ്ങളെ പഠിക്കുക, രാത്രി വനത്തിനകത്ത് തന്നെ ടെന്റടിച്ച് ക്യാമ്പ് ചെയ്യുക, രാത്രി കലാപരിപാടികൾ ഉണ്ടാകും, അവിടെ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കും വനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സഹായത്തോടെ. ഇങ്ങനെ ഉള്ള ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു 10-12 ടൂറുകളുമായിട്ട് ഞാൻ വിചാരിച്ചത് ഇത് സൂപ്പർ ഹിറ്റ്. അതിന് ഞാൻ ഫീസ് മേടിച്ചത് ഒരു ദിവസത്തേക്ക് അന്ന് 10-12 കൊല്ലം മുമ്പാണ് നോക്കി, 14 കൊല്ലം മുമ്പായിരിക്കും. ഒരു കുട്ടിക്ക് ഒരു ദിവസത്തെ ടൂറാണെങ്കിൽ വെറും 100 രൂപ. ബസ്സുണ്ട്, ഈ സ്റ്റാഫുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം ഒരു 40 കുട്ടികളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടുമല്ലോ. അതൊക്കെ തുടങ്ങാം. അത് കഴിഞ്ഞ് പിന്നെ വിജയിക്കുന്ന അനുസരിച്ച് നമുക്ക് വിപുലീകരിക്കാം എന്നൊക്കെ കരുതി 3 ബസ്സും ആയിട്ട് പ്രവർത്തനം തുടങ്ങി. കുറച്ച് സ്കൂളുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു സ്കൂളുകളുടെ അങ്ങോട്ട് നമുക്ക് നല്ല പരിപാടിയാണെന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ ഒറ്റ ഒരിടത്തും ഇത് കിട്ടാതെ. പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഈ സ്കൂളുകൾക്കൊക്കെ ഈ പ്രൈവറ്റ് ബസ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ചേർത്ത് ഇവര് സാധാരണഗതിയിൽ ഒരു ദിവസത്തെ ടൂറിന് 1000 രൂപയും 2000 രൂപയ്ക്കും കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ഇതിന്റെ വലിയൊരു ബിസിനസ് സാധ്യത കുറെ കിടപ്പുണ്ടായിരുന്നു. മറ്റ് ബസ്, ടൂറിസ്റ്റ് ബസ്സുകാരും എല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ചു ഇവനെ ഇങ്ങനെ വളർത്താൻ കിട്ടാൻ ശരിയാവില്ല. അവര് വേണ്ടാന്ന് വെപ്പിച്ചു. അവിടെ ആ പ്രസ്ഥാനം പോന്നു. ഞാൻ ആ ബസ്സൊക്കെ വിറ്റു. അങ്ങനെ ആ പരിപാടി അടച്ചു വെക്കി. അപ്പൊ അതിഗംഭീരമെന്നും അതിമനോഹരമെന്ന് കരുതിയ ആശയം തന്നെ ഇതൊക്കെ. സമൂഹം രണ്ടു കഴിഞ്ഞിട്ട് ജീവിക്കുന്നു പ്രതീക്ഷിച്ച ആശയം തന്നെയാണ് പരാജയപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെ പലതുണ്ട്. എന്റെ പേര് അമൃത. ഇവിടെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ആണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്തു, യൂണിബോ നാച്ചുറൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പ്രോഡക്ട്സ് കേരളത്തിലെ അഗ്രികൾച്ചർ സസ്റ്റൈനബിൾ ബൈ പ്രോഡക്ട്സിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം പോലും പട്ടി നോർമൽ ഫസ്റ്റ് സ്റ്റേജിലാണ്. അപ്പോൾ ഡെയിലി നമ്മൾ ന്യൂ ചാലഞ്ചസ്, റിസ്ക് എല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡെയിലി വരുമ്പോൾ നമുക്ക് അതിന് ചിലപ്പോൾ അറിവുണ്ടാണെങ്കിൽ അറിയാതെ ഒരുപാട് മിസ്റ്റേക്സ് വരുന്നുണ്ട്. അപ്പൊ ആ മിസ്റ്റേക്സിനെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം? മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് മിസ്റ്റേക്സ് ആയിക്കോട്ടെ, അത് സാറിന്റെ ഒപ്പീനിയനിൽ എന്താ പറയുക? ലോകത്തെ ഒരു സംരംഭകനും മിസ്റ്റേക്സ് ഇല്ലാതെ വിജയിച്ചിട്ടില്ല. അതൊരു സംശയവും വേണ്ട. ഞാൻ ഒരു ബുക്ക് സജസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, റിച്ചാർഡ് ബാരൻസിന്റെ ലൂസിംഗ് മൈ വെർജിനിറ്റി എന്ന പുസ്തകം. അത് വായിക്കും. ഈ പറഞ്ഞതിനെല്ലാം ഉത്തരവാണ്. നിങ്ങൾ എല്ലാവരും സംരംഭകരെ വായിച്ചിട്ടുണ്ട് സാധനം. അല്ലാത്തൊരു സംഭവമുണ്ട്. ഇയാള് ആദ്യം 9ാം ക്ലാസ്സില് സ്കൂളിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ഇയാൾക്ക് ഈ പറഞ്ഞ പഠന വൈകല്യം ഉണ്ടായിരുന്നു. അത് പഠിക്കുന്നത് ഓർത്തിരിക്കില്ല. അങ്ങനെയുണ്ടല്ലോ നമ്മളൊക്കെ. അപ്പൊ ഈ പഠിക്കുന്നത് ഓർത്തിരിക്കില്ലാത്ത അല്ലെങ്കിൽ കാണാതെ പഠിക്കാൻ കഴിയില്ലാത്തതൊക്കെ നമ്മുടെ സ്കൂളിൽ വിശ്വസിക്കുന്ന അധ്യാപകരും മേധാവികളൊക്കെ വിളിക്കുന്നില്ല പൊട്ടൻ പണ്ടൻ ഒക്കെയാണ്.
സത്യത്തിൽ അങ്ങനെയുള്ളവരിലാണ് ഏറ്റവും പ്രതിഭാശാലികൾ ഉറക്കിടക്കുന്നതാണ് ഇപ്പോൾ ഗവേഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. അവർക്ക് കാണാതിരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അവരിൽ ഒത്തിരി സ്കില്ലുകളുണ്ട്, വൈദഗ്ധ്യമുണ്ട്. അങ്ങനെ ഉള്ള ഈ മനുഷ്യൻ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി കൂടി സ്റ്റുഡന്റ് എന്നുള്ള മാസികയാണ് അത് പറഞ്ഞത് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ. അത് അങ്ങനെ വിജയിച്ചു വരുമ്പോഴാണ് സ്കൂളിൽ പുറത്താക്കുന്നത്. പക്ഷെ സ്കൂളിൽ പുറത്താക്കിയെങ്കിലും പുള്ളി ഈ മാസികകൾ ഇറക്കിക്കൊണ്ടിരുന്നു. സ്റ്റുഡന്റ് മാസിക ഇംഗ്ലണ്ടിലെ പല ഭാഗത്തും പല സ്കൂളുകളിലും നല്ല പ്രചാരമായി. 9ാം ക്ലാസ് പഠിക്കുന്ന അല്ലെ 10ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ ചെയ്യുന്ന പണിയാണ്. അതിലൂടെ പുള്ളി എന്ത് ചെയ്തു? അക്കാലത്തെ ഏറ്റവും പോപ്പുലറായ മ്യൂസിക് അന്ന് ഡിസ്കുകളാണ്. എന്താ പറയുന്നത്, അന്ന് മ്യൂസിക് അതിനൊരു ബ്രാൻഡ് നെയിം, അതിന് പൊതുവെ പറയുന്ന ഒരു പേരുണ്ട്, എന്തുവാണ് അത് പുള്ളി യൂറോപ്പിൽ നിന്നൊക്കെ വരുത്തി ഇന്ത്യക്ക് വിതരണം ചെയ്യാൻ വേണ്ടി. കുറച്ച് കഴിഞ്ഞിട്ട് ഈ മാസികയുടെ ലാഭം അതാണ് പുള്ളി മനസ്സിലാക്കിയപ്പോ പുള്ളി വെർജിൻ റിപ്പോർട്ട്സ് പറഞ്ഞ കമ്പനി, അതാണ് പുള്ളിയുടെ ആദ്യത്തെ വെർജിൻ എന്ന പേരിലുള്ള ഇത്. അപ്പോ ഈ വെർജിൻ എന്ന പേരിട്ടുള്ളവർക്ക് പോലും വളരെ രസകരമാണ്. അപ്പൊ ഈ കൂട്ടുകാരിലാണ് കൂടി നമ്മുടെ കമ്പനി ഇങ്ങനെ വിപുലീകരിക്കപ്പെടുകയാണ്, ഈ ഡിസ്ക് ബിസിനസ് നന്നായിട്ട് പോകുന്നു. അപ്പോ അത് തമാശയാണ്, നിങ്ങൾ തമാശയായിട്ട് എടുത്താൽ മതിയത്. അപ്പൊ എന്ത് പേരിടണമെന്ന് കൂട്ടുകാരിലൊക്കെ ആലോചിച്ചു. അപ്പൊ അതിൽ ഒരു വ്യവസ്ഥ ആലോചിച്ചു, ഈ ഇടുപ്പം നമ്മളൊന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേര് ആലോചിച്ച് തീരുമാനിച്ചു. എന്നാൽ പിന്നെ വെറുതെ വീട്ടിൽ അങ്ങനെയാണ് വെർജിൻ എന്ന പേര് ആ കമ്പനിക്ക് ഉണ്ടായെന്നാണ് സൂചന. ഈ കമ്പനി വെർജിൻ റെക്കോർഡ്സ് വലിയ ഹിറ്റായി. ജാനറ്റ് ജാക്സൺ ഉൾപ്പെടെയുള്ള ഇക്കാലത്തെ വലിയ പ്രശസ്തരായ പോപ്പ് താരങ്ങൾ വളരെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഈ വെർജിൻ റെക്കോർഡ്സ് കൂടിയാണ്. മൈക്കൽ ജാക്സന്റെ സഹോദരിയാണ് ജാനറ്റ് ജാക്സൺ, എനിക്കറിയാം. അതുപോലെ തന്നെ എന്താണ് റോളിംഗ് സ്റ്റോൺസ്, ഇങ്ങനെ പല കമ്പനികളും പല കമ്പനികളുടെയും ഇവരായിരുന്നു ഡിസ്ട്രിബ്യൂട്ടർ. അങ്ങനെ പക്ഷെ റെക്കോർഡ് കമ്പനിയായിട്ട് ഇരിക്കുമ്പോ ഇയാൾക്കൊരു മോഹം വിളിച്ചു. ഒരു ദിവസം പത്രം വായിക്കുമ്പോ എയർലൈൻ ഇൻഡസ്ട്രി വലിയ പ്രതിസന്ധിയിലായി. ഏതാണ്ട് 80s തുടക്കത്തിലാണ് എന്തോ ഒരു പ്രശ്നം വന്നു. ആഗോളതലത്തില് ഫ്യൂവൽ പ്രൈസ് കൂടുക, അങ്ങനെ എന്തോ ചെയ്തു. വിമാന കമ്പനികൾ വലിയ പ്രതിസന്ധിയിലായപ്പോൾ വിമാനങ്ങളുടെ ഓർഡർ കുത്തനെ കുറഞ്ഞു. ബോയിങ്ങിലേക്കും എയർബസിലേക്കും ചെല്ലുന്ന വിമാനങ്ങളുടെ ഓർഡർ തീരെ കുറഞ്ഞു. ഇവർ മാനുഫാക്ചർ ചെയ്ത് പല ഓർഡറിന്റെ പേരിൽ മാനുഫാക്ചർ ചെയ്ത് പോലും ആളുകൾ എടുക്കാതായി, അതായത് വിമാന കമ്പനികൾ വാങ്ങാതായി. അപ്പൊ എന്താ ചെയ്തേ? ഇവര് ഇത് വാർത്തയായി കഴിഞ്ഞപ്പോ ഇവരുടെ യാർഡുകളിൽ പൂർത്തിയായ വിമാനങ്ങൾ ആരും എടുക്കാതെ കിടക്കുന്നത് കണ്ടപ്പോ റിച്ചാർഡ് ബ്രാൻസൺ ബോയിങ്ങിന്റെ ലണ്ടനിലെ ഓഫീസിലേക്ക് ഒരു ദിവസം ചുമ്മാ ഇത് ഫോൺ വിളിച്ചു. എന്നിട്ട് ഇതിന്റെ അവിടുത്തെ ചീഫായിട്ടുള്ള ആളെ ഒന്ന് കണക്ട് ചെയ്യുമെന്ന് കൊടുത്തു. അയാൾ പറഞ്ഞു, എന്റെ പേര് റിച്ചാർഡ് ബ്രാൻസൺ ആണ്, ഞാൻ ഇങ്ങനെ റെക്കോർഡ് കമ്പനി നടത്തുന്നു. നിങ്ങളുടെ ഒത്തിരി വിമാനങ്ങൾ വിൽക്കാതെ കിടക്കണമെന്ന് കേട്ടു. അതിലൊരു വിമാനം എനിക്ക് തരാൻ പറ്റുമോ? ഏതൊരു വട്ടം വിളിക്കാമായിരുന്നു. ഇയാളൊക്കെ അങ്ങ് വിളിക്കുക. അയാൾ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം ഇതേ സമയത്ത് വീണ്ടും വിളിച്ചു. ഞാൻ വിളിച്ചത് സീരിയസ് ആയിട്ട് കാര്യം പറയാനാണ്. വിൽക്കാതെ കിടക്കുന്ന വിമാനം നിങ്ങളുടെ യാളിൽ വെറുതെ കിടക്കരുത്, അത് എനിക്ക് തരും. ഞാൻ എല്ലാ മാസവും ഒരു നിശ്ചിത തുകയിൽ അന്ന് തന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഇത്ര നാളുകൊണ്ട് അതിന്റെ നിശ്ചിത തുകയായിട്ട് പിന്നത്തെ ഒരു 2 വർഷത്തിന് ശേഷം ബാക്കി തുക ഞാൻ ഒന്നിച്ചടച്ചു തീർക്കാൻ പറ്റുന്ന എന്തോ ഒരു പ്രപ്പോസൽ കൂടി വെച്ചു. ഇത് നടക്കുന്ന കാര്യമല്ല, ഇതൊന്നും തീരുമാനിക്കേണ്ട ഞാനല്ല എന്ന് പറഞ്ഞ ആൾ വീണ്ടും വെച്ചു. 3ാമതും 4ാമതും ഇയാൾ വിളിച്ചു. ഇയാൾ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ അയാൾ ഒരു പ്രപ്പോസൽ വെച്ചു. അതായത് അക്കാലത്ത് ബ്രിട്ടീഷ് എയർവേസ് മാത്രമാണ് നമ്മുടെ എയർ ഇന്ത്യ ഒരു കാലത്ത് ഉണ്ടാകുന്ന പോലെ ലണ്ടനിലും ന്യൂയോർക്കിനും ഇടയ്ക്ക് വിമാന സർവീസ് നടത്തുന്നത്. ലണ്ടനും ന്യൂയോർക്കിനും ഇടയ്ക്കുള്ള വിമാന സർവീസാണ് ലോകത്തിൽ ഏറ്റവും തിരക്കേറിയ വിമാന സർവീസ്. പക്ഷെ അവിടെ ഈ പറഞ്ഞ ബ്രിട്ടീഷ് എയർവേസിന്റെ കുത്തകയാണ് ആ റൂട്ട്. അപ്പം ലണ്ടനിലെ ഹീത്രോ എയർപോർട്ടിൽ നിന്ന് ഇവർക്ക് മാത്രം കൊടുക്കാനുള്ള ഒരു വ്യവസ്ഥയുണ്ട്. ഞാൻ ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്ന് ഇങ്ങനൊരു സർവീസ് നടത്താൻ ആരംഭിക്കുന്നു, ചിന്തിക്കുന്നു. അത് ഷുവർ തെറ്റാണ്. അത് നിറയെ പാസഞ്ചേഴ്സ് ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പാണ്. നിങ്ങളുടെ വിമാനം തന്നാൽ എനിക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് പൈസ തരാൻ പറ്റും. ഏതായാലും ഇയാളുടെ ബാങ്കിലോട്ട് അന്വേഷിച്ചപ്പോൾ ഇയാൾ പട്ടണമാണെങ്കിലും പറയുന്ന കാര്യം ചെയ്യുന്ന ഒരാളെന്ന് മനസ്സിലായി. ഒടുവിൽ ഇവരെ ഇയാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു വലിയ വ്യവസ്ഥകളോടെ. അങ്ങനെ ഇയാൾക്ക് ഒരു വിമാനം കിട്ടുന്നു. അയാൾ വലിയ പത്രസമ്മേളനം നടത്തുന്നു. പത്രക്കാരെല്ലാം വിളിച്ച് വിമാനം പുറപ്പെടുന്നതിന്റെ സർവീസ് തുടങ്ങുന്നതിന്റെ ഒരാഴ്ച മുമ്പ് പത്രക്കാരെ വിളിച്ചു കൂട്ടി ഒരു പറക്കൽ നടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഈ വിമാനത്തിൽ വെർജിൻ അറ്റ്ലാന്റിക്കിന് നേരെ കെട്ടി വെച്ച വിമാനം പത്രക്കാരായിട്ട് കയറുന്നു.
റൺവേയുടെ ആദ്യത്തെ പറക്കൽ ഇയാൾ മുന്നിട്ട് സീറ്റിരിക്കുന്നല്ലേ മൈക്കൊക്കെ എടുത്ത് എല്ലാവരും പറയുന്നു നമ്മുടെ ചരിത്രം സൃഷ്ടിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നു. വിമാനം റൺവേയുടെ കുതിച്ച് പാഞ്ഞ് ടേക്ക് ഓഫ് ശബ്ദം കേട്ടു. വെള്ളിക്കൂടെ എല്ലാവരും നോക്കുമ്പോൾ അതിന്റെ വലതുവശത്തെ എഞ്ചിൻ നിന്ന് നടത്തുക. അകത്തിരിക്കുന്ന ആരാ? മുഴുവൻ പത്രക്കാരൻ. എന്തായാലും സ്ഥിതി നമുക്ക് കൂടിയാണ്. ഇവിടെയാണ് ഞാൻ വേറൊരു കാര്യം പറയാൻ പോകുന്നത്. കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഇക്കാലഘട്ടത്തിലെ മാധ്യമങ്ങളും അക്കാലത്തെ മാധ്യമങ്ങളും വ്യത്യാസം. ഇയാളിൽ ഞങ്ങൾ വേർക്കാൻ തുടങ്ങി. വിമാനം പറക്കണ്ടെന്ന് തീരുമാനിച്ചു. അന്നത്തെ ഫീലായി. ഇതിനകത്ത് എഞ്ചിന് പൊട്ടുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. പക്ഷെ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്ന ഈ അന്നത്തെ സാമൂഹ്യ പത്രത്തിന്റെ സീനിയറായ ഒരു കറസ്പോണ്ടന്റ് അദ്ദേഹം മൈക്കെടുത്തു എന്ന് പറഞ്ഞു, ഈ മനുഷ്യനെ നമ്മൾ എത്ര കാലമായിട്ട് കാണുന്നു, ഇമ്പോസിബിൾ എന്ന് നടപ്പാക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മളൊക്കെ ലണ്ടനും ന്യൂയോർക്കും ഇടയ്ക്കുള്ള ഈ തിരക്കിനെ കുറിച്ച് നിരന്തരം പറയുന്നതാണ്. അതിനൊരു സൊല്യൂഷനായിട്ട് വന്നൊരു മനുഷ്യനാണ്. ഇന്ന് ശരിയായിട്ട് കുട്ടി തകർന്നു. പക്ഷെ മിസ്റ്റർ ബ്രാൻസൺ, നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുപോകും. നാളെ ഇത് ഇംഗ്ലണ്ടിലെ പത്രങ്ങളിലെ ഒരു വാർത്തയായിരിക്കില്ല, ഇതായിരിക്കില്ല പ്രധാന വാർത്ത എന്ന് ഞാൻ ഉറപ്പുവരുന്നത് പറഞ്ഞു. ബാക്കി പത്രക്കാരൻ കഴിയുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഈ പറഞ്ഞ ദിവസം വിമാന സർവീസ് ആരംഭിക്കുന്നു. ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് തിരിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈനുകളിൽ ഒന്നായി വെർജിൻ അറ്റ്ലാന്റിക് മാറി. വെർജിൻ ഓസ്ട്രേലിയയുണ്ട്, വെർജിൻ അമേരിക്കയുണ്ട്, അങ്ങനെ പല സബ്സിഡിയറികളായിട്ട് ഞാൻ പറഞ്ഞത് പ്രതിസന്ധികളും അപ്രതീക്ഷിത പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സംരംഭവുമില്ല. അതിനെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും, അവിടെ നമുക്ക് എങ്ങനെ സമൂഹവും ചുറ്റുമുള്ള ഒരു പിന്തുണ നൽകുന്നു എന്നതിനെ ആശ്രയിച്ച് വേണം മുന്നോട്ട് പോകുന്നത്. ഇങ്ങനത്തെ പിന്തുണയായി പത്രക്കാരൻ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അയാളുടെ ആദ്യത്തെ പറക്കലിനെ അയാള് ആദരിച്ചത്, കൂടെ കൊണ്ടുപോയത് ആരെയും ഈ പത്രക്കാരൻ തന്നെയാണ്. ഇത് തിരിച്ചറിയാവുന്നത് ആ പത്രക്കാർക്കുണ്ടായിരുന്നു. ഞങ്ങളെ ആദരിച്ച് ഈ ഒരു വലിയ സംരംഭം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ യാത്രയ്ക്ക് ഞങ്ങളെ കൂടെ കൂട്ടിയ മനുഷ്യനാണ്. അദ്ദേഹം ഒരു പ്രതിഭാശാലിയാണ്. അത് ഈ രാജ്യത്തിന് അസറ്റ് ആയിരിക്കും നമ്മൾ തിരിച്ചറിയും. അന്നത്തെ ഒരൊറ്റ വാർത്തകൾ വേണമെങ്കിൽ അവസാനം ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു. നമ്മുടെ മാധ്യമങ്ങളിലൂടെ കണ്ടെത്തുക ഈ പൊട്ടിത്തെറിച്ചൊരു വാർത്ത നമ്മുടെ ദിവസം ഉണ്ടാവുക. അതോടെ ആ പ്രസ്താവന ചരിത്രത്തിൽ പോയിട്ടുണ്ടാവാം. കേരളത്തിൽ എത്രയെത്ര സംരംഭങ്ങൾ അങ്ങനെ കൂട്ടിത്തറന്നു പോയിട്ടില്ല. ഇതൊക്കെ സമൂഹത്തിൽ ഈ സാഡിസം വളരെ നമ്മൾ മനസ്സിലാക്കാൻ, അതായത് WWF കാണുന്നത് പോലെയാണ് നമ്മുടെ മാധ്യമപ്രവർത്തനം പലപ്പോഴും. ഒരുത്തരെ അതിശക്തമായി ഇടിച്ച് പഞ്ചറാക്കി അവിടെ എല്ലൊടിച്ചിരുന്നത് കാണുമ്പോൾ നമ്മൾ കൈവിടിക്കും. ഇതൊന്നും മാറാൻ സംഭവത്തിൽ വീഴ്ചയിൽ നമുക്ക് ഒരു വേദന തോന്നണം. ഒരുത്തന്റെ വീഴ്ചയിൽ, ഒരുത്തന്റെ വിജയത്തിൽ സ്വഭാവം അവനൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തോന്നണം. അവന്റെ വിജയത്തിൽ അസൂയ തോന്നുകയും വീഴ്ചയിൽ ആഹ്ലാദം തോന്നുകയും ചെയ്യുന്ന മനോഭാവത്തിൽ നിന്ന് നമ്മുടെ പൊതുസമൂഹത്തിലും നമുക്ക് അത് ഒക്കെ ചേർന്നാണ് നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നത്.